നമസ്കാരം. ഈ ഞായറാഴ്ച ബാംഗ്ലൂരിൻ്റെ പുതിയ യാത്രാനുഭവത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം എന്ന് വിചാരിച്ചു. കൂടെ സുഹൃത്ത് അരുണുമുണ്ട്. ഞങ്ങൾ ഏതാണ്ട് രാവിലെ 9:30 ചന്താപുരയിൽ നിന്ന് ബസ് കയറി ബൊമ്മാസന്ദ്രയിൽ ഇറങ്ങി. കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ബാംഗ്ലൂർ മെട്രോയുടെ പുതിയ ലൈൻ യെല്ലോ ലൈൻ സ്റ്റാർട്ടാവുന്നത് ഇവിടെ നിന്നാണ്. ഏകദേശം 19.15 കിലോമീറ്റർ നീളത്തിൽ 16 സ്റ്റേഷനുകൾ താണ്ടി ബൊമ്മാസന്ദ്രയിൽ നിന്നും RV റോഡ് വരെ നീളുന്നതാണ് പുതിയ ലൈൻ. എന്താണ് ഇതിൻ്റെ പ്രാധാന്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാംഗ്ലൂർ ട്രാഫിക്കിനെക്കുറിച്ച്, മണിക്കൂറുകളോളം നീളുന്ന ബാംഗ്ലൂരിൻ്റെ ട്രാഫിക്കിനെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം 5-6 മണിക്കൂർ ട്രാഫിക്കിൽ കിടക്കണം നമ്മൾ. ഈ ഹൊസൂർ, അതായത് തെക്കൻ കേരളത്തിൽ നിന്നും തമിഴ്നാടിൻ്റെ തെക്കൻ ഭാഗത്ത് നിന്നുമൊക്കെ ഹൊസൂർ വഴി വരുന്ന ആളുകൾ കാറിലായാലും ബസ്സിലായാലും ഒക്കെ വരികയാണെങ്കിൽ സിറ്റിക്കുള്ളിലേക്ക് കടക്കാൻ ചിലപ്പോൾ 5 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ എടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ബൊമ്മാസന്ദ്രയിൽ നിന്നും നമുക്ക് ഇലക്ട്രോണിക് സിറ്റി, അത് കഴിഞ്ഞ് ഹൊസ റോഡ്, ബൊമ്മനഹള്ളി, സെൻട്രൽ സിൽക്ക് ബോർഡ്, മജസ്റ്റിക് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ പോകാൻ ആ ഒരു സമയം വളരെയധികം ലാഭിച്ചു തരുന്ന ഒരു യാത്രാമാർഗ്ഗമാണ് യെല്ലോ ലൈൻ. അതിനേക്കാളൊക്കെ ഉപരി ബാംഗ്ലൂരിൻ്റെ IT കോറിഡോർ എന്നറിയപ്പെടുന്ന ഇലക്ട്രോണിക് സിറ്റി, അതായത് ബയോകോൺ, ഡെൽറ്റ ഇലക്ട്രോണിക്സ്, ടെക് മഹീന്ദ്ര, വിപ്രോ, ഇൻഫോസിസ്, ടിംകിൻ പോലെയൊക്കെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ ആസ്ഥാനം, ഇവിടേക്കും കൂടെ ലൈൻ വന്നതോടുകൂടി ആ ഒരു ആക്സസബിലിറ്റി വളരെയധികം കൂടിയിരിക്കുകയാണ്. 2017 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും 2025 ഓഗസ്റ്റ് 10 എന്ന തീയതിയിലാണിത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കോവിഡ് പോലെയുള്ള പല പാൻഡമിക് സിറ്റുവേഷൻസിനെയും അതിജീവിച്ചുകൊണ്ട് ഏതാണ്ട് 2-2.5 വർഷത്തെ ഒരു ഡിലേ ഒക്കെ ഇതിൻ്റെ അകത്ത് വരികയുണ്ടായി. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ബാംഗ്ലൂർ നിവാസികൾക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറി തീർന്നിരിക്കുകയാണ് നമ്മുടെ ഈ യെല്ലോ മെട്രോ ലൈൻ. കാരണം ഈ മണിക്കൂറുകളോളമൊക്കെ നീളുന്ന ആ ഒരു ട്രാഫിക്കിനെ കുറിച്ചൊക്കെ അറിയാവുന്നവർക്ക് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് മജസ്റ്റിക്കിലേക്കൊക്കെ പോകാൻ, അതായത് ഹൊസൂർ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് മജസ്റ്റിക്ക്, അതുപോലെ തന്നെ MG റോഡ് ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ബൊമ്മാസന്ദ്രയിൽ നിന്ന് കയറുകയാണെങ്കിൽ RV റോഡിൽ ഇറങ്ങുകയും അവിടെ നിന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് ഗ്രീൻ ലൈനിൽ വരികയും ഗ്രീൻ ലൈനിൽ ട്രാവൽ ചെയ്ത് മജസ്റ്റിക്കിൽ എത്തിപ്പെടാൻ കഴിയും. അവിടെ നിന്ന് വേണമെങ്കിൽ യലഹങ്കയിലേക്ക് പോകാം. MG റോഡ് വിധാൻസൗധയിലേക്ക് ആ ഭാഗത്തേക്കൊക്കെ പോകാനാണെങ്കിൽ വീണ്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് പർപ്പിൾ ലൈനിൽ വരണം. പക്ഷേ നമുക്ക് ഒരൊറ്റ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് ആവാതെ ത്രൂ ഔട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. ഡെൽറ്റ ഇലക്ട്രോണിക്സ് ബൊമ്മാസന്ദ്രയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബയോകോൺ ഹബ്ബ് കൂടി, ഹൊസ്കൂർ റോഡ്, ഇൻഫോസിസ് ഫൗണ്ടേഷൻ, ഇലക്ട്രോണിക് സിറ്റി, ബർട്ടന അഗ്രഹാര, ഹൊസ റോഡ്, സിംഗസന്ദ്ര, കുട്ലു ഗേറ്റ്, ഹൊങ്ങസന്ദ്ര, ബൊമ്മനഹള്ളി, സെൻട്രൽ സിൽക്ക് ബോർഡിൽ നിന്നാണ് അടുത്ത മെട്രോയുടെ എക്സ്റ്റൻഷനായ ബ്ലൂ ലൈനിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അതായത് എയർപോർട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയുള്ളത് 2030 യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് BTM ലേഔട്ട്, റാഗിഗുഡ, RV റോഡിൽ നിന്ന് നമുക്ക് ഗ്രീൻ ലൈനിലേക്കും പിന്നീട് പർപ്പിൾ ലൈനിലേക്കൊക്കെ ഇൻ്റർചേഞ്ച് ചെയ്യാനും കഴിയും. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് കൂടി ഒന്ന് ദർശനം നടത്താം, ഒരു ക്ഷേത്ര ദർശനം നടത്താം എന്ന് വിചാരിച്ചു. അങ്ങനെ റാഗിഗുഡ ആഞ്ജനേയ ക്ഷേത്രം വരെയാണ് റാഗിഗുഡ വരെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ചൊരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ റാഗിഗുഡ സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ രാമേശ്വരം കഫേയെക്കുറിച്ചും ഓർക്കേണ്ടി വരും. കാരണം അവിടെ കിട്ടുന്ന പൊടി ഇഡ്ഡലിയും മസാല ദോശയും ഫിൽറ്റർ കോഫിയുടെയൊക്കെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാമേശ്വരം കഫേയിൽ നിന്ന് ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാകാമെന്ന് വിചാരിച്ചു.
ഭക്ഷണത്തിന് കാശ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുമെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു വൃത്തിയുമൊക്കെ നമുക്ക് വർത്ത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിത്തരും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡിഷാണിത്, ഗീ പൊടി ഇഡ്ഡലി. കഴിച്ചു, നല്ല ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റ് ട്രൈ എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട വഴിത്താരകളിലൂടെ തിരികെ യാത്ര. ബൈ. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കല്ലേ. അപ്പോൾ ശരിയെന്നാൽ അടുത്ത വീഡിയോ കാണാം.